Spirit, Holy Spirit, set my life on fire. Set my life on fire. Once again, Holy Spirit, Holy Spirit, set my life on fire. Holy Spirit, set my life on fire. Holy Spirit, set my life on fire. Come, Holy Spirit, set my life on fire. Come, Holy Spirit, set my life on fire. Set my life on fire. Set my life on fire. Holy Spirit, Holy Spirit, come with your power. Holy Spirit, Holy Spirit, come with your power. Holy Spirit, come with your power. Holy Spirit, Come with your power. Come, Holy Spirit, let your power fall. Come, Holy Spirit, let your power fall. Let your power fall. Let your power fall. ഒരു നിമിഷം കൂടി കൈകൾ തുറന്നു പിടിക്കുക. എൻ്റെ ഹൃദയം ഞാൻ അവിടുത്തെ മുമ്പിൽ തുറന്നിരിക്കുന്ന പിതാവേ, എനിക്ക് അവിടുത്തെ ശക്തി എനിക്ക് വേണം. അപ്പോസ്തല പ്രവർത്തനം 1:8 യേശുവിൻ്റെ വലിയ വാഗ്ദാനം, You will receive power and the Holy Spirit has come upon you. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ദൈവമേ, ശക്തി വേണം കർത്താവേ. ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ശക്തിക്ക് വേണ്ടിയാണ് കർത്താവേ. This night we are praying for that power. We are asking for that power, oh Lord. Empower us. Fill us with the power. ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഞാനെന്ന പാത്രത്തെ നിറയ്ക്കണമേ, ഓരോ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ശക്തി ദൈവം മനുഷ്യന് നൽകുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്, തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ആരെല്ലാം ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു, നിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഭയം, എല്ലാ ടെൻഷൻ, ആകുല ചിന്തകൾ, അവിശ്വാസം, സംശയങ്ങൾ എല്ലാം വിട്ടുപോകട്ടെ. എല്ലാത്തിനും എല്ലാം തുടച്ചു മാറ്റപ്പെടട്ടെ, പിഴുതെറിയപ്പെടട്ടെ, നശിപ്പിക്കപ്പെടട്ടെ, തകിടം മറിക്കട്ടെ, ഇടിച്ചു തകർക്കട്ടെ, നട്ടു വളർത്തട്ടെ, പണിതുയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ വചനത്തെയും പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും അവിടെ നയിക്കണമേ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഗ്ലോറി. നിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ തിന്മ, എല്ലാ ഭീരുത്വങ്ങളും വിട്ടു മാറട്ടെ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ അശുദ്ധികളും പുറപ്പെടുന്നത്. Every evil comes out of your heart. ഒരു ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മയും പുറപ്പെടുന്നത്. എല്ലാ തിന്മയും നിന്റെ ഉള്ളിലാണ്, നിന്റെ ഹൃദയത്തിലാണ് കിടക്കുന്നത്. അത് ഉള്ളിൽ കിടക്കുമ്പോൾ അവിടെ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മ ഇറങ്ങി വരുന്നത്? നീ അവിടുത്തോട് പറ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിച്ച് നല്ല പാത്രമാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ ശുദ്ധീകരിക്കണേ കർത്താവേ, എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ കർത്താവേ. എന്നോട് കരുണ തോന്നി എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ ഒന്ന് തൊടണമേ എൻ്റെ കർത്താവേ. അവിടെ വചനത്തിലൂടെ എന്നെ ഒന്ന് തൊടണമേ എൻ്റെ കർത്താവേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന് ഏതാണ്ട് 450 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ജോയൽ പ്രവാചകൻ. ജോയൽ പ്രവാചകൻ വഴി ദൈവം നൽകിയ വാഗ്ദാനം, ജോയൽ 2:28 വചനം
എന്താണത്? അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഒരു ദിവസത്തെക്കുറിച്ച് ദൈവം യോയേൽ വഴി വാഗ്ദാനം കൊടുക്കുകയാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും, ഒരു ദിവസം വരാൻ പോവുകയാണ്. ഇൻ ദോസ് ഡേയ്സ് ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് അപ്പോൺ എവരി ഫ്ലഷ്. അപ്പോൾ യോയേൽ പ്രവാചകൻ വഴി ദൈവം അരുളിച്ചൊരു വാഗ്ദാനമാണ്. അന്ന് ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുകയാണ്, എല്ലാവർക്കും തന്നെ ആത്മാവിനെ ഞാൻ കൊടുക്കും. ആ ദിവസം എന്നായിരുന്നു? അതെന്നാണ് സംഭവിച്ചത്? പെന്തക്കോസ്ത് ദിവസം സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യോയേൽ നൽകിയ വാഗ്ദാനം യേശുവിന് ശേഷം ഇതാ ആ രാത്രി പെന്തക്കോസ്ത് ദിവസം അത് സംഭവിച്ചു. അഗ്നിയായിട്ട് തീനാവുകളായിട്ട് ആത്മാവ് ഇറങ്ങി വന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ജോയലിൻ്റെ പ്രവചനം ഇങ്ങനെയാണ്. ജോയൽ 2:28, ജോയൽ 2:28. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞേ, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉറക്കെ പറ, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കൈ ചുട്ടിപ്പിടിച്ച പറഞ്ഞേ, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉറപ്പോടെ പറ, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ജീവിക്കുന്നവരും മരിച്ചവരും രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. പ്രിയപ്പെട്ടവരെ, ജോയൽ പ്രവചിക്കുകയാണ്, എല്ലാവരും ആത്മാവിനെ വർഷിക്കും. പുത്രന്മാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പിന്നീട് അടുത്ത തലമാണ് എൻ്റെ ദാസിയുടെ ആത്മാവിനെ വർഷിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. ഇവിടെ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അത്ഭുതകരമായ അടയാളങ്ങൾ ഞാൻ കാണിക്കും. 1 രക്തം, 2 അഗ്നി, 3 ധൂമപടലം. രക്തം യേശുവിൻ്റെ രക്തമാണ്. ലോകത്തിലെ മനുഷ്യ രക്തത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുക. എല്ലാവരും വീണ്ടെടുക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് ജോയേൽ എന്ന് പ്രവചിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം യേശുവിൻ്റെ രക്തത്താലാണ് എല്ലാവർക്കും വീണ്ടെടുപ്പ് രക്ഷയും ഉള്ളത്. പാപമോചനം യേശുവിൻ്റെ രക്തത്തിലാണ്. 2 അഗ്നി. അത് സംഭവിച്ചത് കഴിഞ്ഞ പെന്തക്കോസ്തായിൽ, അത് 2000 വർഷത്തിന് മുമ്പ് അപ്പോസ്തലന്മാരിലേക്ക് ഇറങ്ങി പോകുന്ന അഗ്നി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അഗ്നിയായിട്ട് ഇറങ്ങി പോന്നു. അഗ്നി ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവുമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ 3ാമതൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ധൂമപടലം. ധൂമപടലം അത് പൊടിപടലം എന്നൊക്കെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ചില ബൈബിളൊക്കെ ഞാൻ പല ബൈബിൾ റെഫർ ചെയ്ത് നോക്കി, ചിലരുടെ പൊടിപടലം കൊടുത്തിട്ടുണ്ട്. അതല്ല എൻ്റെ അർത്ഥം. ധൂമപടലം എന്ന് പറയുന്നത്, ധൂമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുക അല്ലേ, മഞ്ഞ്, മൂടൽ മഞ്ഞാണ്. ദ മിസ്റ്റ്, ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്ത് ദ മിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുക. അത് മഞ്ഞാണ്, മഞ്ഞിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക. ധൂമപടലം. നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഈ ധൂമപടലത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 അടയാളങ്ങൾ പറഞ്ഞതിൽ 2 കടന്നുപോയി എന്ന് പറഞ്ഞാൽ അത് 2 സംഭവിച്ചു കഴിഞ്ഞു. 3ാമത്തെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ മെയ് മാസം 13, 14, 15 തീയതികൾ അത് ലോകത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലായിരുന്ന ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. 1ാമത്തെ പെന്തക്കോസ്തായിൽ
ഞാൻ പറഞ്ഞു 12 അപ്പോസ്തലന്മാരിലേക്കാണ് അഗ്നി വന്നത്. അത് കണ്ട മറ്റു ആൾക്കാരും ഉണ്ടായി. പക്ഷെ ഈ ദ്വിതീയ പെന്തക്കോസ്തായുടെ ഈ 1-ാം അനുഭവത്തിൽ ഈ അഭിഷേകം സ്വീകരിച്ചത് 100 കണക്കിന് സ്പിരിറ്റിന്റെ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേൽക്കാവോ? ഇന്നിവിടെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സഹോദരൻ നവസഹോദരോടൊന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ദൈവമേ, മനുഷ്യർക്ക് എന്തൊരു ആവേശമാണ്, ആൾക്കാരൊക്കെ ഇളകി മറിയുകയാണ്. ഫ്രണ്ടിലൊക്കെ ഭയങ്കര എനിക്ക് പറയുന്നത് കാണാൻ സാധിച്ചു. അതിന് കാരണം ഇതാണ്, നിങ്ങളിൽ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ ആ 3 ശുശ്രൂഷയിൽ ഇറങ്ങി വന്ന അഭിഷേകത്തിൻ്റെ ഒരു തള്ള് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന അതിവിടെ വന്നാണ് പുറത്ത് ചാടിയത്, അത് വെളിപ്പെട്ടത്. വാസ്തവത്തിൽ അതൊരു വളരെ വ്യക്തമായ അടയാളമാണ്. എത്രയോ ശക്തമായ രീതിയിലാണ് ആ 3 ശുശ്രൂഷകളിലൂടെ ദൈവം തൻ്റെ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തെ നിങ്ങളിലേക്ക് അയച്ചത്. അതിൻ്റെ ഫലമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞത് ചരിത്രപരമായിട്ട് ദൈവരാജ്യത്തിൽ നമ്മുടെ വില എന്താണ്, നമ്മൾ എന്തിനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ അടുത്തിരിക്കുക സമീപിച്ചിരിക്കുന്നത്, നമ്മൾ എന്താണ് പ്രാപിച്ചിരിക്കുന്നതെന്ന് അറിവ്, ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മിൽ കടന്ന അശുദ്ധി, നമ്മിൽ കടന്ന അയോഗ്യതകൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിന്, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിന് നമ്മിൽ നില ഉറപ്പിക്കുവാൻ സാധിക്കണമായിരുന്നുവെങ്കിൽ നമ്മുടെ തലമുറയോട് കടന്നു വന്ന നിരവധിയായ പാപങ്ങളുടെ ആധിപത്യങ്ങൾ തകർക്കപ്പെടണമായിരുന്നു. അത് തകർക്കപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും ജ്ഞാനത്തിന് നമ്മിൽ വസിക്കാൻ പറ്റില്ല, അഭിഷേകം വസിക്കത്തില്ല. അപ്പോൾ നമ്മിലേക്ക് വന്ന അഭിഷേകം തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ക്ലിഷ്ടമായ മാർഗങ്ങൾ അനുവദിക്കുകയാണ്. വേദന അനുവദിക്കും, തകർച്ച അനുവദിക്കും. ആ തകർച്ച നമ്മുടെ ശുദ്ധീകരണമായിട്ട് ഇത് എടുക്കും. നമ്മൾ കിടക്കുന്ന, നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ കിടക്കുന്ന ഒരുപക്ഷെ അബോധ മനസ്സിലായിരിക്കാം, അല്ലെ ബോധ മനസ്സിലായിരിക്കാം, ബോധ മനസ്സിലായിരിക്കാം, അല്ലെ രക്തത്തുള്ളിൽ കിടക്കുന്നതായിരിക്കാം പാപത്തിൻ്റെ ശക്തികൾ, പാപത്തിൻ്റെ സ്വാധീനങ്ങൾ. അതിൽ തകർത്ത് കളയാൻ നമുക്ക് നൽകുന്ന സഹനങ്ങൾ, വേദനകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരിക്കലും നമ്മളെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. കർത്താവേ, എന്നെ ആഴത്തിലൊന്ന് വിശദീകരിക്കണമേ. ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ, അതിൽ വളർന്നു വരാൻ ഒത്തിരിയേറെ വില കൊടുപ്പ്, വലിയ സഹനങ്ങൾ ആവശ്യമാണ്, വലിയ വില കൊടുപ്പ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, യേശു കുരിശിൽ സഹിച്ച വേദനയുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു, ഞാൻ എൻ്റെ സഹനം വഴി അത് നികത്തുന്നു. പൗലോസ് പറയണമെങ്കിൽ നമ്മളെല്ലാം ഒരു വില കൊടുക്കേണ്ടവരാണ്. യേശുവിൻ്റെ രക്ഷയിലേക്ക് നമ്മളെ ചേർക്കപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി യേശു സഹിച്ച് പീഡ സഹിച്ചു. ആ പീഡ കൊണ്ട് മാത്രമല്ല ഞാൻ രക്ഷ പ്രാപിക്കേണ്ടത്. എൻ്റെ പാപങ്ങളും എൻ്റെ തലമുറയുടെ പാപങ്ങളിൽ കിടക്കുമ്പോൾ എൻ്റെ സഹനങ്ങളിലൂടെ മാത്രമേ എനിക്ക് ശുദ്ധീകരണം ലഭിക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തിപരമായ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മൾ കിടക്കുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത്. വേദനയില്ലാതെ, സഹനമില്ലാതെ ഒരു വിശുദ്ധീകരണം ഒരിക്കലും സംഭവിക്കത്തില്ല. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വേദനയില്ലാതെ, സഹനമില്ലാതെ ഒരു വിശുദ്ധീകരണം ഒരിക്കലും സംഭവിക്കത്തില്ല. ഒരു മനുഷ്യൻ ദിവസത്തിൽ 12 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ശരി, അവന് വിശുദ്ധീകരണം അവന് പൂർണ്ണമാകണമെങ്കിൽ അവൻ സഹിക്കണം. കാരണം യേശു സഹിച്ചതുകൊണ്ട് ആ സഹനത്തിൽ ഞാനും പങ്കുകാരിയാകുമ്പോഴാണ് എൻ്റെ വിശുദ്ധീകരണം പൂർണ്ണമാകുന്നത്. അവിടെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ ഓർത്ത് നമുക്ക് ആർക്കും യാതൊരു അസ്വസ്ഥ ആവശ്യമില്ല. കൈവിടുത്തി പിടിക്കാൻ സ്വർഗത്തിലേക്ക്. ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ദൈവമേ, എന്നെ ആഴത്തിൽ വിശുദ്ധീകരിച്ച്, ആഴത്തിൽ കുഴിച്ച് പാറമേലിന് അടിത്തറ പണിയുവാൻ അവിടുന്ന് കാണിക്കുന്ന കരുണയ്ക്ക് നന്ദി പറയുകയാണ്. കാറ്റടിക്കുമ്പോഴും പേമാരി
കടന്നു വരുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ഒന്നിനും ഈ വീടിനെ തകർക്കാൻ പറ്റാത്ത വണ്ണം ഞാനെന്ന ഭവനം യേശു എന്ന പാറമേൽ, ദൈവത്തിൻ്റെ വചനമെന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട് ദൈവമേ ഏത് പ്രതിബന്ധങ്ങളെയും നേരിടുവാൻ ശക്തിയുള്ളതാക്കി എന്നെ മാറ്റണമേ, എന്നെ കരുത്തനാക്കണമേ, എന്നെ ശക്തയാക്കണമേ. അവിടുന്ന് നൽകിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിടുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വന്നിട്ടും എനിക്ക് ശക്തി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് കർത്താവിനെ അങ്ങ് വിളിക്കുകയാണ്. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ശക്തി അയച്ചുകൊണ്ട് ദൈവം എന്നിൽ കിടക്കുന്ന എല്ലാ കുറവുകളെയും എടുത്തു മാറ്റി എന്നെ ശക്തനാക്കണമേ, ശക്തയാക്കണമേ, കരുത്തനാക്കണമേ, കരുത്തയാക്കണമേ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ജ്ഞാനം എപ്പോഴും പണിതുയർത്തുന്നതാണ്. ജ്ഞാനം എപ്പോഴും നമ്മെ ഓരോരുത്തരെയും പണിതുയർത്തും. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനം നിങ്ങളിൽ പണി നടത്തും. ഇനി പണിതുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പണിയുകയാണ്, നിങ്ങൾ പണിതുയർത്തുകയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനെ പറ്റി പറയാം. പ്രഭാഷണ പുസ്തകം 4-ാമത്തെ അധ്യായം 11 വചനമാണ്. ബുക്ക് ഓഫ് സിറാഖ് 4:11 ഇത് പറയാം. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ, തൻ്റെ പുത്രിമാരെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? മഹത്വത്തിലേക്ക് ഉയർത്തുന്നു. താഴ്ത്തുകയല്ല ചെയ്യുന്നത്, താഴ്ചയിലേക്ക് തള്ളിക്കളയല്ല ചെയ്യുന്നത്, ഉയർത്തുകയാണ്. പണിതുയർത്തും. നിങ്ങളെ ഓരോരുത്തരെയും ജ്ഞാനം പണിതുയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജ്ഞാനത്തെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അവകാശമാണ്. പറയാൻ ധൈര്യമുണ്ടോ? പറയാനുള്ള ധൈര്യമുണ്ടോ? ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എനിക്ക് അവകാശമുണ്ട്. ഞാൻ അവകാശിയാണ്. എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ ദൈവമേ. ജ്ഞാനത്തെ സ്വീകരിക്കാൻ അങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ അതെൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങ് നിശ്ചയിച്ചത് കൊണ്ടാണ്. അങ്ങനെ തിരഞ്ഞെടുത്ത് എനിക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം തന്നുവെങ്കിൽ ഇന്ന് ഞാൻ പറയുകയാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്. എന്നെ പണിതുയർത്തണമേ, എന്നെ പണിതുയർത്തണമേ, എന്നെ പണിതുയർത്തണമേ. ഹല്ലേലൂയ. എന്നെ മഹത്വത്തിലേക്ക് ഉയർത്തണമേ. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു, തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ ജ്ഞാനത്തെ തേടുന്നു, ദൈവം എന്നെ സഹായിക്കണമേ. നമ്മുടെ കരങ്ങൾ അടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം. ദൈവമേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലവും അനുഗ്രഹീതമാകുന്നു. ബുക്ക് ഓഫ് ഐസയ 58:11 58:11 വചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇതാണ് ജ്ഞാനത്തിൻ്റെ പ്രവൃത്തി. ഞാൻ വീണ്ടും വചനം വായിക്കുകയാണ്. യെശയ്യാ 58:11. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. എന്നിട്ട് പറഞ്ഞ്, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. ഉറപ്പോടെ പറയുക, മരുഭൂമിയിലും
നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവരെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവരെന്നും നീ വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ജ്ഞാനത്തിൻ്റെ പ്രവൃത്തി. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ മുമ്പിലുണ്ടായിരിക്കും എപ്പോഴും നിന്നെ നയിക്കാനായിട്ട്. കർത്താവിനെ നയിക്കുമ്പോൾ അവിടെ ഒരു ശത്രുവിന് എൻ്റെ മേൽ യാതൊരു പ്രാബല്യം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. കാരണം റോമായിട്ട് 14 ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. നാം എങ്ങോട്ട് ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണമോ നേരെ പോകണമോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മളെ നയിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തിൻ്റെ ഭാഗമാണത്. ഹല്ലേലൂയ. അടുത്ത വചനമാണ്, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. മരുഭൂമിയിൽ എന്താ സമൃദ്ധിയുള്ളത്? ഉണങ്ങി വരേണ്ട മരുഭൂമിയാണ്. ഒരു മരം പോലും വൃക്ഷം പോലും ഇല്ലാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമി. നിന്റെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, വേദനകളുടെ, തകർച്ചകളുടെ, തിരസ്കരണങ്ങളുടെ ആ അവസ്ഥകളിൽ, നിന്നെ ആരും സഹായിക്കില്ലാത്ത അവസ്ഥകളിലും ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സമൃദ്ധി, നിനക്ക് യാതൊരു കുറവുമില്ലാതെ ആ സമൃദ്ധി നിന്നെ നയിച്ചുകൊണ്ടിരിക്കും, നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമാണത്. ഈ ലോകത്തിൽ സഹായിക്കാൻ ആരുമില്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടാകും, നയിക്കുവാനും നിന്നെ സഹായിക്കുവാനും. അടുത്ത വചനം, നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. അസ്ഥികളെ ബലപ്പെടുത്തും. നമ്മൾ കഴിഞ്ഞു പോയ എല്ലാ ശുശ്രൂഷകളും സംഭവിച്ചതാണ്. നമ്മുടെ ജോയിദർ പറഞ്ഞു, അനേകം അസ്ഥിരോഗികൾ സൂപ്പർട്ടനെ കുറിച്ച് പറഞ്ഞു. കർത്താവ് അസ്ഥികളെ ബലപ്പെടുത്തിയതാണത്. നമ്മൾ ആ സാക്ഷ്യങ്ങളിൽ കേട്ടത് എത്രയോ പേരാണ് നട്ടൽ വളഞ്ഞവരും ഡിസ്ക് തെന്നിയവരും ഒക്കെ എത്രയോ പേരാണ് സുഖപ്പെട്ടത്. എത്രയോ പേരാണ് ശ്വാസ തടസ്സമുണ്ടായിരുന്ന ആസ്മ രോഗം ബാധിച്ചവർ, അല്ലെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എത്രയോ പേരാണ് സുഖം പറയുക. എത്രയോ അത്ഭുതകരമായ രോഗങ്ങളാണ് ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചത്. കർത്താവ് അസ്ഥികളെ ബലപ്പെടുക. അസ്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അസ്ഥി മാത്രമല്ല, ശാരീരികമായ വലിയ സൗഖ്യങ്ങൾ നമുക്ക് നൽകുന്നതാണ് അതിനർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം വന്നു കഴിഞ്ഞപ്പോൾ, ജ്ഞാനത്തിന് അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ദുഃഖം സംഭവിച്ചു. അസ്ഥികളെ ബലപ്പെടുത്തി. ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിന് എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരിക്കും. അടുത്ത വചനം, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. നനച്ചു വളർത്തിയ പൂന്തോട്ടം, ഒരു പൂന്തോട്ടം ഉണ്ടാക്കി അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളം കൊടുത്ത് അതിനെ വളർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പൂന്തോട്ടത്തിൽ നല്ല പൂക്കൾ ഉണ്ടാകും, മനോഹര പൂന്തോട്ടമായിട്ട് മാറും. അതുപോലെ ആകും നീ. ദൈവം നല്ല ജലം ഒഴിച്ചു തരും, ജീവജലം ഒഴിച്ചു തരും, നിനക്ക് ജീവൻ നൽകും. നീ ഒരു പൂന്തോട്ടം പോലെ പുഷ്പിക്കും, നീ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം അത് വീണ്ടും പണിതുയർത്തപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. അതെങ്ങനെയാണ്? അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയല്ലേ അത്?
തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലൂടെ എത്രയോ തലമുറ രക്ഷപ്പെട്ട് കഴിഞ്ഞതിനകം. ഹല്ലേലൂയ. നോക്കണമേ, ജ്ഞാനത്തിൻ്റെ വീര്യപ്രവൃത്തികളാണ് അതെല്ലാം. അനേകം തലമുറകൾ അടിത്തറ അവർക്ക് അടിത്തറ ഇട്ടുകൊടുത്തു. ദൈവം നഷ്ടപ്പെട്ടവര് നാം ചിന്തിച്ചു നോക്കണമേ. ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് എത്രയോ കാലങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകളായ എത്രയോ ആത്മാക്കള് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നഷ്ടപ്പെട്ടു പോയിരുന്നവര്, പിശാചിന് അടിമത്തിൽ കിടന്നിരുന്ന ആത്മാക്കള്, അശുദ്ധാത്മാക്കളായി ഈ ലോകത്തെ പീഡിപ്പിച്ചിരുന്ന ആത്മാക്കള് രക്ഷപ്പെട്ട് പിശാചിനെ അടിമത്തിൽ സ്വതന്ത്രരാക്കപ്പെട്ട് ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ഇവർ ആയിത്തീർന്നപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമുക്ക് എന്ത് മഹത്വമാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യൻ നഷ്ടപ്പെട്ട രക്ഷയില്ലായെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ അഭിഷേകം നമ്മളെ പഠിപ്പിച്ചു. രക്ഷ കൊണ്ട് എല്ലാവർക്കും അത് നമ്മൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ജപമാല വഴി നമ്മൾ പ്രാർത്ഥിച്ചു, തലമുറക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകം തലമുറകള് പടുത്തുയർത്തപ്പെട്ടു, പണിതുയർത്തപ്പെട്ടു, രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ജ്ഞാനമാണ്.